ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഈശ ഫൗണ്ടേഷന് മുന്നിലെത്തി. ഞങ്ങളൊരു 2:15 അവിടെ എത്തി. ഓട്ടോയിലാണ് കേട്ടോ പോയത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ബാഗൊക്കെ അവർ സ്കാൻ ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. അവർ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ആ സ്റ്റിക്കറൊക്കെ ആയിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ. അതൊക്കെ കഴിഞ്ഞ് ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ ചെന്നൊന്ന് ഫ്രഷായി കുറച്ച് നേരം വിശ്രമിച്ചിട്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ആദ്യം നമ്മൾ പോയത് ധ്യാനലിംഗ കാണാനാണ്. കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കയറാൻ സാധിച്ചില്ല കേട്ടോ. വേറൊന്നുമല്ല, പിള്ളേരെയും കൊണ്ട് കയറാൻ പറ്റിയൊരു സ്ഥലമല്ല അത്. കാരണം ഭയങ്കര നിശബ്ദതയാണ്. നമുക്ക് കുട്ടികൾ അതിൽ കയറിയാൽ അടങ്ങിയിരിക്കില്ലല്ലോ. അപ്പം മാക്സിമം ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യണം. അപ്പം അതുപോലെ നിശബ്ദതയുള്ളൊരു സ്ഥലമാണ്. പിന്നെ പോയത് ചന്ദ്രകുണ്ടിലേക്കാണ്. 2 തീർത്ഥക്കുളങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന് ചന്ദ്രകുണ്ടും ഒന്ന് സൂര്യകുണ്ടും. അതിൽ ചന്ദ്രകുണ്ടാണ് പെണ്ണുങ്ങൾക്കുള്ളത്, സൂര്യകുണ്ട് ആണുങ്ങൾക്കും ഉള്ളതാണ്. അപ്പോൾ ഞാൻ ചന്ദ്രകുണ്ടിലേക്കും പോയി. അപ്പോൾ കുട്ടീനെ പിടിച്ച ഹസ്ബൻഡ് അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കയറി ഒന്ന് മുങ്ങിയൊക്കെ കയറി വന്നു കഴിയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് സൂര്യകുണ്ടിലേക്കും പോയി. അവിടുന്ന് ഞങ്ങൾ ലിംഗഭൈരവിനെ കാണാൻ പോയി. അവിടെ തൊഴുത് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ ആദിയോഗിയുടെ അടുത്തേക്ക് നടന്നു. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ ഒരു 7 മണിക്ക് ആറായപ്പോഴത്തേക്കും എത്തി. 7 മണിക്ക് ആറായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. അപ്പോൾ അവിടെ ആ സമയത്താണ് ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യണത്. ഏകദേശം ഒരു 1 മണിക്കൂറോളം ലേസർ ഷോ ഉണ്ട്. ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അത് ഒരിക്കലെങ്കിലും പോയൊന്ന് കാണണം, എല്ലാവരും പോയൊന്ന് കാണണം. അതുപോലെ അത്ഭുതം തന്നെയാണത്. പിന്നെ നമ്മൾ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് പതുക്കെ ഫുഡ് കഴിക്കാൻ പോയി. അവിടുന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് ഫുഡ്, രാത്രിയിലത്തെയും രാവിലത്തെയും ഫുഡ് അവിടുന്ന് തന്നെയായിരുന്നു. അപ്പം രാത്രി പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടത്. നമ്മൾ പിറ്റേ ദിവസം ഇച്ചിരി നേരത്തെ എണീറ്റു ഫ്രഷൊക്കെ ആയി. ഒരു 6:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും ഏറ്റവും അടിപൊളി ഒരു സമയം എന്ന് പറയുന്നതാണ് കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര നമുക്ക് കിളികളുടെ സൗണ്ടും മഞ്ഞും മലയും നമുക്ക് ഒരു ഭയങ്കര അടിപൊളി ഒരു വൈബാണ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അവിടെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് 1 മണിക്കാണ് തിരിച്ച് ട്രെയിൻ. അപ്പോൾ അതിന് മുമ്പ് സ്റ്റേഷനിലെത്തണം. അങ്ങനെ തിരിച്ചു നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിൻ കയറി. എൻ്റെ വലിയൊരാഗ്രഹം അവിടെ നിറവേറിയ സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇതുപോലെ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.